ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കംസൻ്റെ പകയോടുകൂടി തൻ്റെ പെങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വിക്രമിനെ ജയിലിൽ വെച്ച് തീർക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കുന്നുണ്ട്. ശ്രീകാന്ത് ഡൽഹിയിൽ ഗുണ്ടകളെ ഏർപ്പാടാക്കുകയും പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഗുണ്ടകളെ ഡൽഹിക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അതേസമയം വേദയാണെങ്കിൽ തൻ്റെ സുഹൃത്തായ ശ്രേയയോടൊപ്പം ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുകയാണ്. വേദയെ അഡ്മിറ്റ് ചെയ്തിട്ട് തൻ്റെ കൂട്ടുകാരി ശ്രേയ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മലയാളിയായ നേഴ്സ് അരുണിയും ഡോക്ടറും വേദയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പാവുന്നുണ്ട്. റൂമിൽ വന്നിട്ട് വേദയോട് അരുണ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പുറത്തെ പേഷ്യൻ്റ് ആണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയി വന്നതാണ്, അത് ICUയിലാണ്. സിറ്റി കമ്മീഷണർ തരുൺ അയ്യറും ഭാര്യ രാധികയും കൂടി മാളിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഗുണ്ട ആക്രമണം ഉണ്ടായി. രാധിക ആ ഷോക്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കമ്മീഷണറുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തുവിടോ പോയതായിരിക്കും, ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് അരുണി അങ്ങ് പോകും. കുറച്ച് കഴിഞ്ഞ് തരുണിൻ്റെ അമ്മ വരും. അമ്മ വന്ന് വേദയോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ മരുമകളാണ്, 8ാം മാസം ആയതേ ഉള്ളൂ, ഡെലിവറി ടൈം ആയില്ല, പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് ആക്രമണം ഉണ്ടായി, മോള് ഷോക്കിലായിപ്പോയി. മോളിപ്പോൾ നോർമലല്ല, ഇടയ്ക്കിടയ്ക്ക് അബ്നോർമൽ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് മോളെ ICUയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇറക്കും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, ഇവിടെ മോള് തന്നെയുള്ള വേറെ ആരും ഇല്ല? അപ്പോൾ വേദ പറയും, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്ന, അവൾ ഡ്യൂട്ടിക്ക് പോയി എന്ന് പറയും. പിന്നീട് തരുണിൻ്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും വേദ പറയും. തൻ്റെ സഹോദരൻ തന്നെ കൊല്ലാൻ നടക്കുന്ന കാര്യങ്ങളും വിക്രത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറയും. അപ്പോൾ ഇങ്ങനെ ദുഷ്ടനായ ഒരു സഹോദരനോ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കും. ഒരമ്മയെപ്പോലെ എല്ലാ സഹായവും ചെയ്യും വേദയ്ക്ക്. തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, തരുണിൻ്റെ അച്ഛനും DYSP ആയിരുന്നു. മോൾ ഒറ്റയ്ക്കിരിക്കുന്ന കാണുമ്പോൾ ഞാനാണെന്ന് തോന്നും. ഒരിക്കൽ ഞാനും ഇതുപോലെ തരുണിൻ്റെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ അരികിലും ആരുമില്ലായിരുന്നു. തരുണിൻ്റെ അച്ഛനന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് എൻ്റെ ഡെലിവറി ടൈം ആയിട്ടും വന്നില്ല. ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന അതേ സമയം തന്നെ തരുണിൻ്റെ അച്ഛനും ഞാൻ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ അതേ മോർച്ചറിയിൽ കിടപ്പുണ്ടായിരുന്നെന്ന്. മരിക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്ന എന്നെ അറിയിക്കരുത്, ഡെലിവറി കഴിഞ്ഞിട്ടേ അറിയാമെന്ന്. തരുണിൻ്റെ അച്ഛന് തീ കൊളുത്തിയത് തരുണിനെയും കൊണ്ട് ഞാനാണ് തീ കൊളുത്തിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ പറയും. മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പം ഞാൻ പണ്ട് ഒറ്റയ്ക്കിരുന്ന ആ സിറ്റുവേഷൻ പറഞ്ഞ് വേദയ്ക്ക് ആപ്പിളൊക്കെ മുറിച്ചുകൊണ്ട് കൊടുക്കും കഴിക്കാൻ. മോളിത് കഴിക്കുകയെന്ന് പറഞ്ഞ്. പിന്നീട് രാധികയെ റൂമിൽ കൊണ്ടുവരും. അങ്ങനെ ഡോക്ടർ അവരോട് പറയും, അമ്മയും കുഞ്ഞിനെയും കൂടെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. തരുണിയും അമ്മയ്ക്കും വല്ലാത്ത ഷോക്കായിപ്പോവും. ഒടുവിൽ കുഞ്ഞിനെയും കിട്ടത്തില്ല. അങ്ങനെ തരുണിൻ്റെ ഭാര്യ രാധികയും കുഞ്ഞും മരിക്കുന്നു. ആ ടൈമിൽ തന്നെ സഹോദരൻ അയച്ച ഗുണ്ടകൾ ഇവിടെ എത്തിയിരിക്കുന്നെന്ന് മനസ്സിലായി. വേദ നേരിട്ട് കാണുകയാണ്. ഗുണ്ടകൾ വരുന്നതും ഒരു അറ്റൻഡറോട് വേദയുടെ ഫോട്ടോ കാണിക്കുന്നതും ഇവിടെ വേദയെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വേദ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആ ഷോക്കിൽ വേദയ്ക്ക് ഡെലിവറി പെയിൻ ഉണ്ടാകുന്നു. വേദയെ ലേബർ റൂമിലേക്ക് ആക്കുന്നു. വേദയ്ക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. ആ സമയത്ത് തന്നെ നാട്ടിൽ വിക്രത്തിൻ്റെ അമ്മ ഹോസ്പിറ്റലിലാകുന്നു. വിക്രത്തിൻ്റെ അമ്മ മരിക്കുന്നു. കമലത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിക്രത്തിനെ ജയിലിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്നു. കർമ്മങ്ങൾ ചെയ്തിട്ട് വിക്രം തിരിച്ച് ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ വിശ്വം മാഷിനോട് പറയുന്നു, ഞങ്ങളുടെ കൂടെ വാച്ച, ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക. അപ്പോൾ പറയുന്നു, ഞാൻ ഇനി എങ്ങും വരുന്നില്ല. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളിവിടെ നിൽക്കാം, എന്നിട്ട് ഇവിടെ നിന്നിട്ട് ബിസിനസ് ചെയ്തോളാം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാഷ് പറയുന്നു. അതേസമയം ഡൽഹിയിലാണെങ്കിൽ വേദയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തരുണിൻ്റെ അമ്മയോട് പറയുന്നു, ഇത് തരുണിൻ്റെ കുഞ്ഞാന്ന് പറയണം, തൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അവൾ പോയെന്നുള്ള സങ്കടത്താൽ വേദ തരുണിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇത് ആരോടും പറയരുത്, തരുൺ അറിയരുത്, രാധികയുടെ കുഞ്ഞാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ എന്ന് പറയും. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം, ഹോസ്പിറ്റലിൽ അവർ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അവരെ കണ്ട്, എൻ്റെ ഫോട്ടോ അവിടെ കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ട് എന്ന് പറഞ്ഞ് വേദയുടെ പേര് മാറ്റി ശ്രേയ എന്ന പേരിലാണ് വേദ അവിടെ അഡ്മിറ്റ് ആകുന്നതുമൊക്കെ. അങ്ങനെ ഗുണ്ടകൾ പിന്നീടും വരുന്നുണ്ട്. അപ്പോൾ വേദയുടെ ഫോട്ടോ കാണിക്കുമ്പം ആ നേഴ്സ് അരുണ പറയും, കുട്ടിയുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറയും. ഗുണ്ടകൾക്ക് വേദയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല. അതേ രൂപത്തിലുള്ള ഒരാളുണ്ടെന്നും
അയാളുടെ കുഞ്ഞ് മരിച്ചെന്നും ആ ഗുണ്ടകൾ അറിയുന്നു. അങ്ങനെ ഗുണ്ടകൾ ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്നും. ഡോക്ടറും സിസ്റ്ററും ഒക്കെ അറിഞ്ഞ് തരുണിൻ്റെ അമ്മയെ അറിഞ്ഞാണ് തരുണിൻ്റെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ ഹോസ്പിറ്റൽ റെക്കോർഡിൽ തരുണിൻ്റെയും രാധികയുടെയും കുഞ്ഞാണെന്ന രീതിയിൽ തന്നെയാണ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് തരുണിൻ്റെ അമ്മ പറയുമ്പോൾ വേദ പറയും, അത് പിന്നത്തെ കാര്യമില്ലേ അമ്മ, ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ സേഫ് ആക്കണം. നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ തരുണിനോട് തരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനിപ്പം പാല് കൊടുക്കാനും ഒക്കെ വേണ്ട ഒരു അമ്മയെ ആവശ്യം. അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ കൂടെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാം. ആ കുട്ടിയുടെ ഹസ്ബൻഡാണെങ്കിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, തരുണിനോട് പറയും. അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ആകുമ്പം ആ കുട്ടിയെ കൂടെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ തരുൺ ചോദിക്കും, ആ കുട്ടിയുടെ കുഞ്ഞല്ലേ മരിച്ചു പോയത്? അന്നേരം പറയാന്ന്, അതിനാരും ഇല്ലാത്തതാ, എന്നാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെ തരുണിൻ്റെ കൂടെ വേദയും കുഞ്ഞും തരുണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.